പതിനായിരമായിരമെന്നും അതിരാവിലെണീറ്റ് വരുന്നു മധുരം നിറയും കനവിൻ നഗരം ഉണർന്നേ. പതിനായിരമായിരമെന്നും അതിരാവിലെണീറ്റ് വരുന്നു മധുരം നിറയും കനവിൻ നഗരം ഉണർന്നേ. കൂടെ ഒട്ടിച്ചാൽ കൊണ്ട് കാണിച്ച സമ്മാനം കിട്ടുമല്ലോ. തങ്കരപ്പൂപ്പ ഒരു സെലോ ടേപ്പ് വാങ്ങിയ ടിക്കറ്റ് ഒട്ടിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്താൽ ടിക്കറ്റ് കൊണ്ട് ഒട്ടിച്ച് കൊടുത്താൽ പോരെ കിട്ടുമല്ലോ. നിന്നെ പോലുള്ള പൊട്ടന്മാരല്ല അവിടെ ഇരിക്കണേ. നിന്നെ പോലുള്ള പൊട്ടന്മാരല്ല അവിടെ ഇരിക്കണം. ഒരു പോറൽ പറ്റി കഴിഞ്ഞാൽ അവന്മാര് 10 പൈസ അതിപ്പോ കുറച്ച് കൂടുണ്ടല്ലോ അല്ലെങ്കിലും അല്ലേ ഒരാൾക്കെങ്കിലും മനസ്സിലായി. ഇവനെ പൊട്ട വേറെ എന്തൊക്കെ വിളിക്കാൻ കുടുംബം ഇത്ര നാൾ ഉപ്പുമ്പള് കണ്ട പ്രേക്ഷകർക്ക് ദൈവം പൊട്ടനാണ്. നിന്നെ പോലുള്ള പൊട്ടന്മാരല്ല അവിടെ ഇരിക്കണം. നിന്നെ പോലുള്ള പൊട്ടന്മാരല്ല അവിടെ ഇരിക്കുന്നത്. ടിക്കറ്റിന് പോറൽ പറ്റി കഴിഞ്ഞാൽ അവര് 10 പൈസ അവ സംഘടന വിഷമത്തോടെ കസേര എന്റെ 5000 രൂപ പോയല്ലോ. ഏത് സമയത്താണോ ഈ ചെറുക്കനെ കൊണ്ട് നെറ്റി നോക്കിക്കാൻ തോന്നിയത്? പറയും മനസ്സിന് ഒരു സമാധാനം അറിയണ്ട. ഏത് സമയത്താണോ ഈ ചെറുക്കന്റെ കൈ ഏത് സമയത്താണോ ഈ ചെറുക്കന് ടിക്കറ്റ് നോക്കി അത് ബാക്കിയത് മനസ്സിലാക്കിയത് ഞാൻ ഇപ്പൊ അല്ലെ കടന്നേ കളഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ അതേപോലെ ആയിക്കോളൂ. എന്നായിരിക്കും ആ പണ്ണന് പല്ലും കിട്ടും. നമ്മളതിൽ 5 പൈസ ചെലവുമില്ല. പഠിക്കണ്ടേടാ നിന്നെ പോലുള്ള പൊട്ടന്മാരല്ല അവിടെ ഇരിക്കണേ. നിന്നെ പോലുള്ള പൊട്ടന്മാരല്ല അവിടെ ഇരിക്കുന്നത്. ടിക്കറ്റിന് ഒരു ബോർഡർ പോലെ കണ്ടു കഴിഞ്ഞാൽ 5 പൈസ കൊടുക്കേ. അപ്പൊ സംഘടന വിഷമത്തോടെ കസേര എന്റെ 5000 രൂപ പോയല്ലോ. 5000 രൂപ പോയിട്ട് ഏത് സമയത്താണോ ഈ ചെറുക്കൻ്റെ ടിക്കറ്റ് നോക്കാൻ കൊടുത്തത്? അത് നീര് ഏത് സമയത്താണ് ഏത് സമയത്താണോ ഏത് സമയത്താണ് ഈ ടിക്കറ്റ് ചെറുക്കൻ്റെ നോക്കാൻ കൊടുത്തത്? നോക്കാൻ കൊടുക്കാൻ തോന്നിയത് തെറ്റിക്കുന്നത് തലയില് ടിക്കറ്റ് കൊച്ചു പിള്ളേരൊന്നുമില്ലല്ലോ, കൊച്ചിറങ്ങുന്നില്ലല്ലോ, കയറ്റുമല്ലല്ലോ ഞാൻ. നല്ല ഉപമ. വെള്ളം കുടിക്കും. വെള്ളം കുടി. അപ്പൊ സംഘടന വിഷമത്തോടെ വെള്ളം കുടിക്കുന്നു. മുറി
ചേച്ചി പറഞ്ഞു കൊടുത്തൂടെ എന്ത് ഇത് അത് ഇവിടെ തെറ്റാണ്. നീ അഫ്സലിന് കുറ്റം പറഞ്ഞോടാ. അഫ്സലെ അഫ്സലെ അല്ല കറക്റ്റ് സംക്രമണ ഡയലോഗാ. ഈ ബോധമില്ലാണ്ട് എഴുതണല്ലേ. കണ്ട അതെനിക്ക് വായിക്കാൻ പോലും പറ്റത്തില്ല. അത് ഞാൻ നിങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്ററിനോട് കുറച്ചും കൂടി വൃത്തിയായിട്ടൊക്കെ എഴുതാം. അതെ അവന് മനസ്സിലാവുന്നുണ്ട്. നീ വായിക്കണം. അപ്പൊ സംക്രമണം പറയും. ഒരു ലോട്ടറി പോലും നോക്കാറിയാത്ത ഇവർ എങ്ങനെ ചെയ്തെടുക്കാനാണ് എടുത്തോണ്ട് പോണാ നിന്റെ ലാപ്ടോപ്പും കൊണ്ടുപോകണം കൊണ്ട്. ഒരു ലോട്ടറി പോലും നോക്കാൻ കഴിവില്ലാത്തത് ഇവ എങ്ങനെ ചെയ്തിട്ട് എടുത്തോണ്ട് പോണെന്റെ ലാപ്ടോപ്പ് എടുത്തോണ്ട് പോണെന്റെ ലാപ്ടോപ്പും മറ്റു നോക്കട്ടെ. ലാപ്ടോപ്പിൽ കറക്റ്റായിട്ട് പറയണ്ടല്ലോ അണ്ണൻ പറഞ്ഞ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു. ഇപ്പൊ തെറ്റിയാ ഒരു പക്ഷെ തെറ്റുവാണെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ. എന്റെ ലാപ്ടോപ്പ് മുന്ത്രാണ്ണം കുറച്ചൊക്കെ കൊണ്ട് ലാപ്ടോപ്പും മുദ്രാണ്ടൊക്കെ എടുത്തോണ്ട് പോടാ. അയ്യോ ഒരു മിനിറ്റ്. അവനതൊക്കെ പഠിച്ചോളൂ. അവരിപ്പോ എടാ മറ്റേ ഡയലോഗ് പറഞ്ഞു. സ്ക്രിപ്റ്റ് റൈറ്ററിനോട് കുറച്ചും കൂടി കുഞ്ഞു കുഞ്ഞു ഡയലോഗ് അവിടെ പോയിരുന്നു. അവിടെ ഒരു സെറ്റ് ഉണ്ട്. അവിടെ ഒരു കാര്യം പറയട്ടെ. പെമ്പിള്ളേരെ കയറി പിടിച്ചിട്ട് ഒരു മിനിറ്റ്. അല്ല നമ്മളിങ്ങനെ പഠിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അത് വരുന്നത്. നിങ്ങൾ കാണുന്നത്. ഇയാൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. നമ്മളെ രഹസ്യമൊത്ത് ഇയാൾ അറിയും. അതെന്ന് നേരത്തെ മനസ്സിലായി. ഐഡിയ നല്ല ഐഡിയ ഉള്ള കുട്ടിയാണ്. മനസ്സിലായി. പക്ഷെ നമ്മളെ ശല്യപ്പെടുത്തിയിട്ടുള്ള സ്നേഹം നമുക്ക് വേണ്ട. കാരണം ഇത് നമ്മൾ പഠിച്ച് അവിടെ അവതരിപ്പിച്ചാലേ ഒരു ദിവസത്തെ പേയ്മെന്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചോട്ടെ. അതെ ജീവിച്ചോട്ടെ. അയ്യോ വേണ്ട. എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഒന്നും ആവശ്യമില്ല. നല്ല ഐഡിയാസ് ഉണ്ട്. എന്റെ നല്ല ഐഡിയാസ് ഉണ്ട്. അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ. ഞാൻ പഠിച്ച് വലുതായി എനിക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അച്ഛനെ തീറ്റി പറ്റിക്കോളാം അച്ഛാ. അച്ഛൻ അത് കഴിഞ്ഞ് ഫുൾ ടൈം റെസ്റ്റ് എടുത്തോ. അതുവരെ ഈ ക്ലാസ് കുത്തിരിക്കണോടാ. ബാലു പെട്ടെന്ന് പോയിട്ട് വാ. അവര് വെയിറ്റ് ചെയ്യായിരിക്കില്ലേ? ആര് വെയിറ്റ് ചെയ്യണത്? ആ പെണ്ണും ചെറുക്കന് നിങ്ങളുടെ ആശീർവാദം വാങ്ങിക്കാൻ വെയിറ്റ് ചെയ്യല്ലേ അവിടെ? ആശീർവാദം വാങ്ങിക്കാൻ
Ready, silence. Ready. Rolling. Action. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ കസരത്തൊക്കെ കഴിഞ്ഞ യോഗയ്ക്ക് കസരത്ത് പറയാ. രാവിലെ നടക്കാൻ പോകുമ്പോഴും ഈ കൂളിംഗ് ഗ്ലാസ് വേണമായിരിക്കും അല്ലേ? ആഹാ, വിഷ്ണുവൻ പറഞ്ഞ് അച്ഛൻ നടക്കാൻ പോകുമ്പോഴും കൂളിംഗ് ഗ്ലാസ് വയ്ക്കണമെന്ന്. കാരണം എന്നറിയാമോ? സൂര്യപ്രകാശം ഡയറക്റ്റ് ഹിറ്റടിക്കും കണ്ണില്. എന്ത് ഹിറ്റടിക്കൂന്ന്? ചായ അടിച്ച കണ്ണില് ഹിറ്റടിക്കും. ചായ എന്തോന്ന് വെച്ചാൽ ഈ പറയണേ? ജോഗിങ് കഴിഞ്ഞ് വരുമ്പോൾ ബോഡി ഹീറ്റല്ലേ? ഉടൻ തന്നെ ഹീറ്റായ ചായ എടുത്ത് കുടിക്കണോ? കുറച്ച് മെൽറ്റ് ആവട്ടെ. എന്തോന്ന് വെച്ചാൽ ഇത്? ജോഗിങ് കഴിഞ്ഞ് ബോഡി ഹീറ്റായിരിക്കല്ലേ? ഹീറ്റായിരിക്കുന്ന ബോഡിയിൽ ഹീറ്റായ ചായ. അതെ, ഉറങ്ങണേ ശല്യം ചെയ്ത് പാവം ജോലി തുറന്ന് ഉറങ്ങാണ് കേട്ടോ. ആ, രാവിലെ ഇനി എന്താണാവോ ബാലോദയത്തിന്റെ പരിപാടി? അച്ഛാ, ഇപ്പൊ ചുരുക്കം പറഞ്ഞ ഇതിനു മുതൽ അച്ഛനെ കാണാൻ കിട്ടൂലെന്ന് അർത്ഥം. എന്നാ മകളെ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. എന്നാ പിന്നെ ഇവിടെ നിന്ന് ഷൈൻ ചെയ്ത പെട്ടെന്ന് കല്യാണത്തിന് പോകാൻ നോക്ക്. പോട്ടാ. അപ്പോ 4 കൂട്ടം പ്രഥമനാണ് പറയണത്. അട, കടല, പിന്നെ ചേന പായസ, പിന്നെ അത് പഴം പായസം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പായസത്തിന്റെ എണ്ണം കൂട്ടി ആ ചെക്കന്റെ വായി കൂടി കപ്പലോടിക്കണ്ട, പെട്ടെന്ന് പോവാൻ നോക്ക്. പറടാ. ആ മകളെ ഉറങ്ങണീറ്റടാ. എണീച്ച് അച്ഛൻ പുറത്തു പോയിട്ട് വരാം. എവിടെ പോണ്? അറിഞ്ഞില്ലേ? ടൗൺ ഹാളിൽ കല്യാണം ഉണ്ടടാ. ആ അല്ല, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. അല്ല അച്ഛൻ പോയിട്ട് വെച്ച എന്നിട്ട് ഞാൻ പറയാം. പറടാ കുട്ടാ, പറ. എന്താണ്? അല്ല അച്ഛാ, വേറൊന്നല്ല. ഞാനേ ആ ജോലി എങ്ങനെ രാജിവെച്ചു. നന്നേടാ. ജോലി രാജിവെച്ചാ? ആ അച്ഛാ, നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് മടുത്തു. നീ അല്ലടാ പറഞ്ഞ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ നിനക്ക് ഭയങ്കര താല്പര്യമാണെന്ന്. അല്ല, തുടക്കമൊക്കെ നല്ല രസമായിരുന്നു, പിന്നെ അങ്ങ് മടുത്തു വെച്ചാ. അതിന് ചാടിക്കറി ജോലി രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? ഈ നൈറ്റ് ഡേ ഒക്കെ മാറി മാറി വരുമല്ലോ, പിന്നെ കുഴപ്പം. അച്ഛാ, അത് മാത്രമല്ല പ്രശ്നമെന്നേ. എനിക്കൊരു ഡാൻസ് പ്രോഗ്രാം കിട്ടി, എന്നിട്ട് ഒരാഴ്ച മാത്രം അവന്മാർക്ക് ലീവ് വെച്ചോളൂ. അത് അവന്മാർക്ക് തരാൻ പറ്റില്ലാന്ന്. എന്നിട്ട് എന്ത്? കലയും കലാകാരന്മാരെ അംഗീകരിക്കാത്ത കമ്പനി ഞാൻ റിസൈൻ ചെയ്തു. അയ്യോ ചെറുക്കാൻ ഞാൻ എങ്ങനെ ജീവിക്കൂടാ? നീ എന്നെ റിട്ടയർമെന്റ് ചെയ്യിപ്പിച്ചില്ലടാ. ക്ലബിൽ മെമ്പർഷിപ്പ് എടുപ്പിച്ച് ഇനി മാസം പൈസ കൊടുക്കണം. ആരുടെ ക്ലബില്? അത് അച്ഛൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കിച്ച. ഞാൻ ഇവിടുന്നിട്ട് കൊടുക്കാം. ഞാൻ റിട്ടയർമെന്റ് ചെയ്യില്ലടാ. പിന്നെ റിട്ടയർമെന്റ് ഇത് ഗവൺമെന്റ് ജോലി ഒന്നല്ലേ തിരിച്ചു കയറാൻ പറ്റാ. അവസരവാദി. അച്ഛാ, മാറ്റി വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് പൊടിയായിട്ട് എടുക്ക്. എന്തെങ്കിലും ടൂൾസ് മിസ്സിംഗ് ആണുള്ള പൈസ ഞാൻ മേടിക്കാൻ തരാം. എന്റെ പൈസ ആക്കണോടാ. ചപ്രം തരാ, ഊശത്തടി, മുടിയാ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഇത്ര നേരം മോനെ ചക്കര തേനെ പാലെന്നൊക്കെയല്ലേ വിളിച്ചത്, അത് തന്നെ വിളിക്ക്. പിന്നെ പൈസ വേണ്ടെന്നൊന്നും പറയാൻ പാടില്ല. പൈസ വേണ്ടടി, ഇവരുടെ പൈസ ആക്കണടി. ഒരു നയ പൈസ എനിക്ക് വേണ്ട. അറിയാം. അല്ലെങ്കിൽ എന്റെ കയ്യിൽ 5-ന്റെ പൈസ ഇല്ലല്ലോ. എനിക്കിപ്പോ ജോലിയൊന്നും ഇല്ലല്ലോ. അയ്യോ.